എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നല്ല ഒരു തക്കാളി ചട്നീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു തക്കാളി ചട്നി. ഇത് ചോറ് നല്ല കോമ്പിനേഷനാണ്. ചോറിന് സൈഡ് ഡിഷായിട്ട് ഇതും ഇത്തിരി തൈരുണ്ടെങ്കിൽ, നല്ല ചമ്മന്തിയോ തൈരോ ഉണ്ടെങ്കിൽ രസമായിട്ട് ചോറ് തിന്നാം. കൂടാതെ ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ ഇത്തിരി കൂട്ടാൻ, ഒരുപാടൊന്നും വേണ്ട. ഇത്തിരി ഒരു സ്പൂൺ എടുത്താൽ തന്നെ നല്ല പുളിയും നല്ല ടേസ്റ്റും ഉണ്ടാവും. അത്ര മതി. അപ്പോൾ അങ്ങനെ കൂട്ടാൻ പറ്റുന്ന ഒരു ചട്നിയുടെ വീഡിയോ ആണിന്ന്. നമ്മൾ ഉള്ളി ചേർക്കുന്നില്ല ഇതിൽ. എരിവിനും മുളക് പൊടിയോ അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ ഉണക്കമുളക് വെച്ചിട്ടാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല രസമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാം. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. തക്കാളി ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 10 ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. സിം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നല്ലോണം ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സിം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളിൽ വെച്ചാൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു നിറാവുന്നത് വരെ വെച്ചാൽ മതി. സിം ഫ്ലെയിമിൽ വെച്ചാൽ വേഗം നമുക്കിത് ഫ്രൈ ആയി കിട്ടും. ഇതിനി ഒന്ന് തണിയണം. അപ്പോൾ തണിയുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ പണി ഉണ്ട്. അപ്പോൾ ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ വലുതായി കട്ട് ചെയ്ത 4 തക്കാളി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ തന്നെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കണം. എണ്ണയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം. ഇത്തിരി നേരം അടച്ച് വെച്ചും ഒന്ന് തുറന്ന് നോക്കി ഒന്ന് വഴറ്റി കൊടുക്കുകയൊക്കെ ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ ഇതിൽ നല്ലോണം ഈ എണ്ണയിൽ നമുക്കിത് നല്ലോണം വേവിക്കാം. ഒരു 5 to 6 മിനിറ്റ് കൊണ്ട് നമുക്കിത് നല്ല വെന്ത് തക്കാളിയൊക്കെ ഉടഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് അടിക്കുകയൊന്നും വേണ്ട, നല്ല പാകത്തിനായി കിട്ടും. തക്കാളി നല്ലോണം വെള്ളം ഇങ്ങനെ വരും. ആ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി ആക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഉണക്കമുളക് തണിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് കൈവച്ച് ഇങ്ങനെ ഞെരിച്ചു കൊടുക്കാം. കൈവച്ച് ഇത് വേഗം പൊടിഞ്ഞ് കിട്ടും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ചില്ലി ഫ്ലേക്സിനെക്കാട്ടും ടേസ്റ്റ് ഇതായിരിക്കും. ഇതൊന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് ഇതിന് ഈ ഉണക്കമുളകിന് വേറെ തന്നെ ഒരു രുചിയാണ്. അപ്പം ഏകദേശം തക്കാളി വഴറ്റി റെഡിയായി വരുന്നുണ്ട്. കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട്. വെള്ളം വറ്റി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഒരുപാട് പ്രാവശ്യം അടച്ചു വെച്ചും തുറന്ന് നോക്കിയൊക്കെ ചെയ്യുക. വറ്റിപ്പോവരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുക. ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേഗം വറ്റിച്ചെടുത്ത് ആക്കല്ല വേണ്ടത്. സിം ടു മീഡിയം വെച്ചിട്ട് തന്നെ ചെയ്യുക. വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് തന്നെ അത് വെച്ച് ഒന്നും കൂടെ നല്ലോണം വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചതഞ്ഞു പോവും. ഇനി നമ്മളൊരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിലുള്ള പുളിയാണ്. പുളി നല്ലവണ്ണം ക്ലീൻ ചെയ്ത് അതിൽ നാരൊക്കെ കളഞ്ഞ് അതിൽ കുരു ഉണ്ടെങ്കിൽ കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഇട്ട് കൊടുക്കുക. പുളി വെള്ളമാക്കിയിട്ട് ഒഴിക്കരുത്. പിന്നെ അത് നമ്മൾ വെള്ളം തീരെ ചേർക്കുന്നില്ല. ആ എണ്ണയിൽ തന്നെയാണ് തക്കാളിയൊക്കെ വേവിച്ചെടുത്തത്. അപ്പോൾ പുളി അതിനകത്ത് നല്ലോണം ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനി നമ്മളിതിലേക്ക് ഒരു പകുതി ശർക്കരയാണ്, ഒരുപാട് ശർക്കര വേണ്ട, ഇളം മധുരം, ആ ഒരു പകുതി ശർക്കര പൊടിച്ചിട്ടിട്ടതാണ്. ആ പുളിയുടെ തക്കാളീൻ്റെ പുളിയുണ്ടാവും, നമ്മുടെ സാധാരണ പുളിയുടെ ആ ഒരു പുളിയും, പിന്നെ ഇപ്പോൾ ഈ ഒരു മധുരവും ഇളം മധുരവും കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ ചേർക്കാനുണ്ട്. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴാണ് അതൊക്കെ ചേർക്കേണ്ടത്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച
മുളകുണ്ട്, കൈകൊണ്ട് ചതച്ച് വെച്ച ആ ഒരു മുളക് ഇതിനകത്തേക്ക് ചേർക്കണം. അപ്പോൾ ഈ ഒരു പരുവത്തിലായി. നമ്മൾ മിക്സിയിൽ അടിച്ചതുപോലെ തന്നെ ആയി. ഇനിയൊന്നും മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയിൽ അടിച്ചതുപോലെ തന്നെ ആയിട്ടുണ്ട് ഇത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സമയത്താണ് ആ ഒരു പൊടി, നമ്മൾ കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു കായത്തിൻ്റെ ഫ്ലേവർ ഇതിൽ നല്ല ടേസ്റ്റാണ്. അപ്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കട്ടി കായാണെങ്കിൽ കുറച്ച് നേരത്തെ ചേർത്ത് നല്ലോണം മിക്സ് ആവാൻ കാത്ത് വെക്കുക. ഇതിപ്പോൾ പൊടിയായതുകൊണ്ട് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുത്തത്. നല്ലോണം ഒന്ന് മിക്സ് ആയിക്കോട്ടെ. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉണക്കമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വേറെ എരിവൊന്നുമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഉണക്കമുളകിൻ്റെ എരിവ് മാത്രമാണ് ഈ ഒരു ചട്നിയിൽ ഉണ്ടാവുക. വേറെ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ആ ഉണക്കമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് നോക്കുക, ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉലുവ പൊടിയും കൂടെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചട്നിയാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചോറിനൊക്കെ ഒരു സ്പൂണ് മതി. അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ ഇത്തിരി തൈരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറിയോ ഉപ്പേരിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറ് കഴിക്കാം. നല്ല തക്കാളീൻ്റെ കളറ് മാറിയിട്ടേ ഇല്ല. തക്കാളിയുടെ കളർ തന്നെയാണ്, മുളക് പൊടിയുടെ കളറൊന്നുമല്ല ഇത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. ഉള്ളി നമ്മളിതിൽ ചേർത്തിട്ടില്ല, ഉള്ളിൻ്റെ ആവശ്യമില്ല ഇതിൽ ശരിക്കും. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക. ഇനിയൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.